പശ്ചിമ ബംഗാളിൽ BJP നേടിയ തകർപ്പൻ വിജയത്തിന് പിന്നിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അതിശക്തമായ തന്ത്രങ്ങളാണെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. അടിത്തട്ടിലുള്ള പ്രവർത്തനം മുതൽ ഡാറ്റ വിശകലനം വരെയുള്ള കാര്യങ്ങളെ അമിത്ഷാ പുലർത്തിയാൽ കൃത്യത തന്നെയാണ് BJPയെ തകർപ്പൻ വിജയത്തിലേക്ക് നയിച്ചത്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ അമിത്ഷാ ബംഗാളിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. 2025 സെപ്റ്റംബറിൽ ഭൂപേന്ദ്ര യാദവിനെ തെരഞ്ഞെടുപ്പ് ഇൻചാർജായി നിയമിച്ചുകൊണ്ട് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള ഒരുക്കങ്ങൾ അമിത്ഷാ ആരംഭിച്ചു. മണ്ഡലങ്ങളുടെ സ്വഭാവമനുസരിച്ച് അവയെ 5 വിഭാഗങ്ങളായി തിരിച്ചായിരുന്നു BJPയുടെ പ്രവർത്തനം മുഴുവൻ. ഇതിൽ A വിഭാഗം എന്നത് ഉറപ്പായും ജയിക്കുന്ന കോട്ടയായും, B വിഭാഗം ജയസാധ്യതയുള്ള സീറ്റുകളും, C വിഭാഗം എന്നത് കനത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളുമാണ്. D വിഭാഗത്തിലേക്ക് വന്നാലാകട്ടെ അവിടെ വെല്ലുവിളിയുള്ള സീറ്റുകൾ എന്ന രീതിയിലാണ് കണക്കാക്കിയത്. E വിഭാഗം എന്നത് തീരെ ദുർബലമായ സാധ്യതയില്ലാത്ത മേഖലയുമാണ്. ഈ തരംതിരിവിലൂടെ ഓരോ സ്ഥലത്തും ആവശ്യമായ വിഭവങ്ങളും പ്രചാരണ തന്ത്രങ്ങളും കൃത്യമായി വിന്യസിക്കാൻ BJPക്ക് സാധിച്ചു. ഏറ്റവും കൂടുതൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്ത ദേശീയ നേതാക്കളിൽ ഒരാളായിരുന്നു അമിത്ഷാ. ഏകദേശം 40 പരിപാടികളെ 57 നിയമസഭാ മണ്ഡലങ്ങളിൽ അദ്ദേഹം നേരിട്ടെത്തി. 29 പൊതുറാലികളിലും 11 റോഡ് ഷോകളിലും അദ്ദേഹം ഭാഗമായി. വോട്ടെടുപ്പ് ദിവസം BJPയുടെ വാർ റൂമിലിരുന്ന് ഓരോ മണ്ഡലത്തിലെയും തത്സമയ വിവരങ്ങൾ അദ്ദേഹം നേരിട്ടാണ് വിലയിരുത്തിയത്. ഇതുകൂടാതെ 2021 തെറ്റുകളൊന്നും ആവർത്തിക്കാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു. മറ്റു പാർട്ടികളെ അമിതമായി ആശ്രയിക്കുന്നതിന് പകരം പ്രാദേശിക നേതാക്കൾക്ക് BJP മുൻഗണന നൽകി. സ്ത്രീ സുരക്ഷ, തൊഴിലില്ലായ്മ, വ്യവസായ തകർച്ച തുടങ്ങിയ പ്രാദേശിക വിഷയങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ കൂടുതലും ചർച്ചയാക്കിയത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിരവധി ആക്രമണ സംഭവങ്ങളായിരുന്നു ബംഗാളിൽ അരങ്ങേറിയത്. അന്ന് സുരക്ഷിതമായ ആളുകൾക്ക് വോട്ട് ചെയ്യാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല. പല ആളുകളും TMC ഗുണ്ടകളെ പേടിച്ച് പോളിംഗ് സ്റ്റേഷനിൽ എത്താത്ത സാഹചര്യം വരെ അന്ന് ഉണ്ടായിരുന്നു. എന്നാൽ 2026 വന്നപ്പോൾ കേന്ദ്രസേനയെ വിന്യസിച്ചത് കാരണം സമാധാനപരമായ പോളിംഗ് നടന്നു. ആളുകൾക്ക് നല്ല രീതിയിൽ വോട്ട് ചെയ്യാൻ പറ്റിയത് കേന്ദ്രസേന നേരിട്ട് ഇറങ്ങിയത് കൊണ്ടാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് വരെ സമ്മതിക്കുകയുണ്ടായി. ഇതിനെല്ലാം പിന്നിൽ അമിത്ഷായുടെ കൃത്യമായ ഇടപെടലായിരുന്നു. മൊത്തം 293 സീറ്റുകളിൽ 206 നേടിയാണ് ബംഗാളിൽ BJP ചരിത്രം എഴുതിയത്. 15 വർഷം ഭരിച്ച മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആകട്ടെ വെറും 80 സീറ്റിലേക്ക് ഒതുങ്ങി. ഭവാനിപ്പൂരിൽ മമതാ ബാനർജിയെ 15,000-ലധികം വോട്ടുകൾക്ക് സുവേന്ദ്ര അധികാരി പരാജയപ്പെടുത്തിയത് BJPയുടെ തന്ത്രങ്ങളുടെ വലിയ വിജയമായിട്ടാണ് പാർട്ടി കണക്കാക്കുന്നത്. ബംഗാളിലെ ഈ മാതൃക തന്നെ വരാനിരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിലേക്ക് BJP പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ്.